നമസ്കാരം. കഠിനംകുളത്തെ ആതിരയുടെ കൊലയിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇൻസ്റ്റഗ്രാം റീലിലൂടെയാണ് കൊലപാതകയായ ജോൺസൺ ഔസേപ്പിനെ ആതിര പരിചയപ്പെട്ടത്. 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതിൽ ആതിരയുടെ പെൺ സുഹൃത്തും അംഗമായിരുന്നു. ഇവർക്കൊപ്പം ജോൺസണും റീൽ ചെയ്തു. പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്നും മറ്റേ യുവതി ലെഫ്റ്റായി. ഇതോടെ ആതിരയും ജോൺസണും മാത്രമായി ഗ്രൂപ്പിൽ. ഈ റീൽ ഗ്രൂപ്പിനെ കുറിച്ച് ഭർത്താവായ രാജീവിനോടും ആതിര പറഞ്ഞിരുന്നു. അന്ന് ഗ്രൂപ്പിൽ ചേരരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഫോൺ പോലും പിടിച്ചു വാങ്ങി. പിന്നീട് ഭാര്യയോടുള്ള പാവം തോന്നി രാജീവ് ഫോൺ തിരിച്ചു നൽകി. അങ്ങനെ റീലും ഗ്രൂപ്പും ചേർന്ന് ജോൺസണും ആതിരയും കൂടുതൽ അടുത്തു. ജോൺസണിന് തൻ്റെ കുടുംബം തകർക്കണമെന്ന താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ആതിര പതിയെ പിന്മാറി. ഇതാണ് കഠിനംകുളത്തെ കൊലയ്ക്ക് കാരണമായത്. ജോൺസൺ ഔസേപ്പ് ആതിരയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തതായി വിവരമുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റായ ജോൺസൺ ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ്. 1 വർഷമായി ആതിരയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ആതിര 1 ലക്ഷത്തോളം രൂപ ജോൺസണ് നൽകിയിരുന്നു. കൊല നടക്കുന്നതിന് 3 ദിവസം മുൻപും ആതിരയിൽ നിന്ന് ഇയാൾ 2500 രൂപ വാങ്ങി. യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്താണ് പണം വാങ്ങിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. തൻ്റെ ഒപ്പം വരണമെന്ന ജോൺസണിന്റെ ആവശ്യം ആതിര നിഷേധിച്ചതാണ് കൊലയ്ക്ക് കാരണമായത്. രാവിലെ 9 മണിയോടെ യുവതിയുടെ വീട്ടിലെത്തിയ ജോൺസൺ ബോധം കെടുത്തിയതിനു ശേഷമാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. പ്രതി കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതോടെ ജോൺസൺ മാത്രമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലെത്തുകയാണ് പോലീസ്. കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ്. ഇവിടെ ഇയാളെ കള്ളൻ രാജു എന്നാണ് നാട്ടുകാർ വിളിക്കാറുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളും ഇയാളുടെ പേരിലുണ്ടെന്നാണ് സൂചന. ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു ജോൺസൺ. ഏതാനും വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തി. നേരത്തെ ചെല്ലാനം സ്വദേശി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത്. ജോൺസണിന്റെ ആദ്യ ഭാര്യയുമായി ആതിര സംസാരിച്ചിരുന്നതായി സൂചനയുണ്ട്. ജോൺസണിന്റെ ശല്യം കൂടിയപ്പോഴായിരുന്നു ഇത്. തൻ്റെ മുൻ ഭർത്താവ് ഒരു സൈക്കോയാണെന്ന് ആതിരയുടെ മുൻ ഭാര്യ പറഞ്ഞിരുന്നു അത്രേ. ചെല്ലാനത്ത് ഇയാളെ സൈക്കോ ഔസേപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നെന്നും ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പേര് പോലും ഇയാൾ ഭാര്യയോട് ചോദിച്ചില്ല. കൂടുതൽ അന്വേഷണത്തിനും മുതിർന്നില്ല. ഇതെല്ലാം പ്രശ്നങ്ങൾ വഷളാക്കി. അങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് വിലയിരുത്തൽ. കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പോലീസ് കണ്ടെടുത്തിരുന്നു. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വെച്ചതിന് ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഠിനംകുളം പാടിക്കവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയായ വെഞ്ഞാറമൂട് ആലിയാട് പ്ലാവില വീട്ടിൽ ആതിരയാണ് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 5:30 ക്ഷേത്രത്തിലേക്ക് പോയ രാജീവ് രാവിലെ 11:30 മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ആതിര മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആതിരയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സമയങ്ങളിൽ യുവാവ് പെരുമാതുറയിലെ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഇയാൾ 3 ദിവസം മുൻപ് തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ആതിരയെ ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട്. പ്രതി തന്നെ കൊണ്ടുവന്ന കത്തി കൊണ്ടാണ് ആതിരയെ കുത്തിയിരിക്കുന്നത്. സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു. കൊലപ്പെടുത്താനുള്ള അവസരം നോക്കി ഒരാഴ്ചയോളം ഇയാൾ പെരുമാതുറയിലെ ലോഡ്ജിൽ താമസിച്ചിരുന്നതായും പോലീസ് തിരിച്ചറിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് ജോൺസൺ. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന ജോൺസന്റെ ആവശ്യം ആതിര നിരസിച്ചത് കൊലപാതകത്തിന് വഴി തെളിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൂടെ വരണമെന്ന് സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പുറത്തു പറഞ്ഞാൽ ജീവനെടുക്കുമെന്ന് ആതിര പറഞ്ഞതായി ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.